നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാധ്യമങ്ങളുടെ സർവേ ഫലങ്ങളിൽ പൊട്ടിത്തെറിച്ച് പിണറായി വിജയൻ. 8 നിലയിൽ പൊട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ ദേഷ്യം വരില്ലേ മുഖ്യമന്ത്രിക്ക്? ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചാനലുകളും മാധ്യമ സ്ഥാപനങ്ങളും പുറത്തുവിടുന്ന അഭിപ്രായ സർവേകൾ ശുദ്ധ തെമ്മാടിത്തമാണെന്ന്, പെയ്ഡ് സർവേകളാണോ പുറത്തുവിടുന്നതെന്ന് നാട്ടുകാർക്ക് സംശയമുണ്ടെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സർവേ ഫലം പുറത്തുവിടുന്നത്. പ്രത്യേക രീതിയിലാണ് സർവേ വരുന്നതെന്നും ഇതിനെ പെയ്ഡ് ന്യൂസ് എന്ന് പറയാമെന്നും മുഖ്യമന്ത്രി മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? 20-ൽ 20 ഇടത് നേടുമെന്ന് പറയണ്ടേ? കേൾക്കാൻ ഒരു സുഖമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ പിണറായി പുളകിതനായേനെ. അതുകൊണ്ട് മലയാളികളെല്ലാം ദേശാഭിമാനിയും കൈരളിയും മാത്രം കാണുക. കെ ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തിലും പിണറായി പ്രതികരിച്ചു. വടകരയിൽ കെ ശൈലജയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണമെല്ലാം ശുദ്ധ തെമ്മാടിത്തമല്ലേ? ഇത്തരം തെമ്മാടിത്തങ്ങൾ രാഷ്ട്രീയത്തിൽ അനുവദിക്കാൻ പാടുള്ളതാണോ? ഇതിനെതിരെ അതാത് പാർട്ടികളുടെ നേതൃത്വം തന്നെ രംഗത്ത് വരേണ്ടതല്ലേ? എങ്ങനെയാണ് ഇത്രയും ഹീനമായ രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പ്രചാരണം നടത്താൻ കഴിയുന്നത്? നമ്മുടെ പൊതുവായ സാംസ്കാരിക രീതിയെ അല്ലേ അത് വെല്ലുവിളിക്കുന്നത്? അത്തരം ആളുകളെയും അവരുടെ ചെയ്തികളെയും ആ ശൈലിയെയും തള്ളിപ്പറയാൻ എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് മടിയെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ബെസ്റ്റ് എതിരാളികളെ ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ നടത്തിയിട്ടുള്ള ആളാണ് ഈ പിണറായി വിജയൻ. ആ മൂപ്പരാണ് ഇതൊക്കെ പറയുന്നത്. പരനാറി പ്രയോഗമെന്നും ആരും മറന്നിട്ടില്ല. കെ രമയൊക്കെ അധിക്ഷേപിച്ചതും കേരളം മറന്നിട്ടില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി വന്നു നിന്ന് വിശുദ്ധനാകാൻ നോക്കരുത്. ചെയ്ത് കൂട്ടിയതൊക്കെ ബൂമറാങ് പോലെ തിരിച്ചടിക്കുകയാണ് മുഖ്യ. അതാണ് സംഭവിക്കുന്നത്. ജനത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ UDFന് വ്യക്തമായ നിലപാടില്ലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശബ്ദം UDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. സ്വന്തം പാർട്ടിയുടെയും മുസ്ലിം ലീഗിന്റെയും പതാക ഉയർത്തി വോട്ട് ചോദിക്കാൻ അവർക്കാകുന്നില്ല. BJPയെ എതിർക്കുന്നതിൽ കോൺഗ്രസിന് പ്രത്യയശാസ്ത്രപരമായി താല്പര്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മത്സരം അധികാരത്തിനു വേണ്ടി മാത്രമായി. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്ക് അവസാനിക്കുന്നില്ല. കേരളത്തിലും ഇത് തുടങ്ങിയതായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മലപ്പുറത്തെ BJP സ്ഥാനാർത്ഥി UDF നോമിനിയായി കാലിക്കറ്റ് VC-ആയ ആളാണ്. കണ്ണൂർ, പത്തനംതിട്ട, എറണാകുളം, മാവേലിക്കര മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ UDFന്റെ സംഭാവനകളാണ്. BJPക്ക് കേരളത്തിൽ 4-ൽ 1 സ്ഥാനാർത്ഥികളെ നൽകിയത് UDF ആണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം കെ ശൈലജയ്ക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയായ പ്രവാസി KM മിൻഹാജിനെതിരെയാണ് കലാപാഹ്വാനം ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തി മട്ടന്നൂർ പോലീസ് കേസെടുത്തത്. കെ ശൈലജയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചുവെന്നാണ് കേസ്. മിൻഹാജ് KM പാലോളി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത്. നേരത്തെ ന്യൂമാഹി പോലീസ് ലീഗ് പ്രവർത്തകനെതിരെയും കേസെടുത്തിരുന്നു. മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറി അസ്ലമിനെതിരെയാണ് ന്യൂമാഹി പോലീസ് കേസെടുത്തത്. ശൈലജയ്ക്കെതിരെ മങ്ങാട് സ്നേഹതീരം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ വ്യാജ പ്രചാരണം നടത്തിയെന്ന പരാതിയിലാണ് കേസ്. അതേസമയം സൈബർ ആക്രമണം നുണ ബോംബാണെന്ന് VD സതീശന്റെ പ്രസ്താവനയോട് പ്രതികരിക്കാനില്ലെന്ന് വടകരയിലെ LDF സ്ഥാനാർത്ഥി കെ ശൈലജ പറഞ്ഞു.